കന്നിവെയിൽ പാടത്ത് അവിടെ ശ്രുതി കുറച്ച് പ്രശ്നമായിരുന്നു. ആ മൺകൂടിൽ ഒന്ന് പാടാവോ? അമ്മ മഴക്കാരന് പല്ലവി തന്നെ. 2, 3, 4. അമ്മ മഴക്കാരനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അത് ഈ നനഞ്ഞ് അതെന്തിനാണ് രണ്ടാക്കുന്നത്? കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അതുമല്ല എൻ്റെ ബ്യൂട്ടി. അങ്ങനെ പാടിക്കും. അമ്മ മഴക്കാരനു കണ്ണിറഞ്ഞു, കണ്ണിറഞ്ഞു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. അവിടൊക്കെ വലിയുന്നുണ്ട്. ആ ക്ലിക്ക് ഒന്നുമില്ല. ക്ലിക്ക്. ഓക്കെ. 3, 4. അമ്മ മഴക്കാരനു കണ്ണിറഞ്ഞു, വലിയല്ലേ? ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കന്നിവെയിൽ പാടത്തു കനലെരിഞ്ഞു, ആ മൺകൂടിൽ ഞാൻ പിടഞ്ഞു. മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തള്ളി തേടി നടന്നൊരു ജപസന്ധ്യേ. അമ്മ മഴക്കാരനു കണ്ണിറഞ്ഞു, ആ കണ്ണീരിൽ ഞാൻ നനഞ്ഞു. കേട്ടോ, ഞാനിപ്പോ പാടുമ്പം അതിന്റെ ഒരു ടൈം ഡിഫറൻസ് കണ്ടു, കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പൊ അതൊന്ന് നോക്കുക. പിന്നെ 2-3 സ്ഥലത്തൊക്കെ ഇത്തിരി പ്രശ്നങ്ങളുണ്ടായി. ഇതാണ് മെയിനായിട്ട് എനിക്ക് തോന്നിയ ഒരു പ്രോബ്ലം. അപ്പോൾ അത് പോയി കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ ബ്യൂട്ടി നഷ്ടപ്പെടും, അതിൻ്റെ വികാരം നഷ്ടപ്പെടും. അത് നോക്കിക്കൊള്ളുക. നല്ല ശബ്ദമാണ്, നല്ല ബ്യൂട്ടിഫുൾ വോയിസാണ്, പാടാനും ഒക്കെ കഴിവുണ്ട്, നന്നായിട്ട് പാടിയിട്ടുമുണ്ട്. പക്ഷേ ഈ കറക്റ്റ് ടൈമിങ്ങിൽ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ സുഖമൊന്ന് വേറെ. വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ്. എനിക്ക് ചില ക്ലാരിറ്റി കുറവ്. ഇപ്പോൾ അമ്മ മഴക്കാരന് കണ്ണിറഞ്ഞു എന്ന് പറയുന്നത് എങ്ങനെയാണ് അത് നിർത്തുന്നത്? അവിടെ പാടിക്കോ. കണ്ണീറഞ്ഞു അത് പാടിയാൽ മതി. കണ്ണിറഞ്ഞു പാടിയാൽ മതി. കണ്ണിറഞ്ഞു, ആ ഗ്ലൈഡ് ഇല്ലേ, അത് കേൾക്കുന്നതേ ഇല്ല. കണ്ണീറഞ്ഞു അങ്ങ് നിൽക്കുക അവിടെ. അതിൻ്റെ ഒരു ബ്യൂട്ടി അല്ലേ അത്. പിന്നെ അണ്ണൻ പറഞ്ഞ പോലെ ശ്രുതി അത് കുറച്ച് ഗ്ലെയറിംഗ് ആയിട്ട് തോന്നിയതാണ് കന്നിവെയിൽ പാടം. ഈ മണൽ മായ്ക്കുമീ ആ നോട്ട് കുറേ കൂടെ കേൾക്കണം ഇവിടെ, അല്ലെങ്കിൽ അതിനൊരു സുഖമൊന്ന് കേൾപ്പിച്ച് പാടാമോ? മണൽ മായ്ക്കുമീ കാൽപ്പാടുകൾ തേടി നടന്നൊരു ജപസന്ധ്യേ. ആ ജപസന്ധ്യക്കൊക്കെ ഒരു സുഖം. നമ്മളെ അതിൻ്റെ ആ ട്യൂണിൻ്റെ ഒരു സുഖം ഉൾക്കൊണ്ട് പാട്. നീ ജപസന്ധ്യേ അമ്മ മഴക്കാറിനു. ഉള്ളിൽ നിന്ന് ആ ഫീല് വരണ്ടേ.